ശ്രീനാരായണീയരെ, ഗുരുദേവൻ്റെ യൗവനകാലത്തെ ഒരു കഥയിലൂടെ നമുക്ക് നോക്കാം. വയൽവാരം വീട്ടിൽ ആകെ ആശങ്കാകുലരാണ് എല്ലാവരും. ഭയങ്കര പരിഭ്രമം എല്ലാവരുടെയും മുഖത്ത് കാണാം. കാരണം ഈ തവണ നാണു വെളിയിലേക്ക് പോയിട്ട്, അതായത് തീർത്ഥാടനത്തിനൊക്കെ പോകുമല്ലോ, ഇതുവരെ വന്നിട്ടില്ല. കുറേ ദിവസമായി അന്വേഷിക്കാവുന്ന എല്ലായിടത്തും അന്വേഷിച്ചു. അമ്മ എല്ലാ ദിവസവും ഭക്ഷണം വിളമ്പി കാത്തിരിക്കും. കാത്തിരുന്ന് മടുക്കുമ്പോൾ അമ്മ പോയി കിടക്കും. ഇതൊരു സ്ഥിരം പരിപാടിയായി മാറി. അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിച്ചു. പക്ഷേ ഈ സമയം നാണു എവിടെയായിരുന്നു? അദ്ദേഹത്തിന് കടുത്ത വസൂരി പിടിപെട്ടു. ആ സമയം ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം വനാന്തരത്തിലേക്ക് കടന്നുപോയി. ഉച്ചയ്ക്ക് പോലും ജനങ്ങൾ കടക്കാൻ ഭയക്കുന്ന വനാന്തരം, കൂരിരുട്ട്. അവിടെയും മണക്കൽ ഭഗവതി ക്ഷേത്രത്തിലുമായി അദ്ദേഹം കഴിച്ചുകൂട്ടി. ദേവിയെ ഭജിച്ച് കനികളും ഉറവകളിൽ നിന്നുള്ള വെള്ളവും പറങ്കിമാമ്പഴങ്ങളും ഒക്കെ ഭക്ഷിച്ചു. അദ്ദേഹം കടുത്ത വേദന വന്ന സമയത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വൈരോഗ്യോൽപാദകം എന്ന കൃതി മുഴുവനും വായിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്തു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രോഗമെല്ലാം നന്നായി ശമിച്ചു. അദ്ദേഹം ആര്യവേപ്പിലയും മഞ്ഞളും കൂടെ കൂട്ടിക്കലർത്തി അരച്ച് ദേഹത്ത് പുരട്ടി. അങ്ങനെ കുറച്ച് പാടുകളൊക്കെ പോയി. പിന്നെയും വസൂരിക്കലകൾ. അതോടുകൂടി വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു. കുട്ടിയമ്മ മുറ്റത്തേക്ക് ഓടി വന്ന് മകനെ കെട്ടിപ്പിടിച്ചു. കരഞ്ഞു കലങ്ങിയ മാതാവിൻ്റെ കണ്ണുകൾ നാണു തൻ്റെ കരങ്ങൾ ഉയർത്തി മെല്ലെ തുടച്ചു. മാടനാശാൻ ഒന്നും പറയാതെ വിമ്മിഷ്ടത്തോടുകൂടി നിന്നു. നാണുവിൻ്റെ മുഖത്തും ദേഹത്തും ആകെ വസൂരിക്കലകൾ കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ പരിഭ്രമമായി. നീ എന്താണ് ഈ രോഗമെല്ലാം ഉണ്ടായിട്ടും വീട്ടിലെത്താതിരുന്നത്? അപ്പോൾ ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കടുത്ത വസൂരി രോഗമാണ്. നിങ്ങളാരും പേടിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. ഈ ദിവസങ്ങൾ മുഴുവൻ ഞാൻ മണക്കൽ ക്ഷേത്രത്തിലും കാട്ടിലുമായി ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. തൻ്റെ മുഖത്തെ വസൂരിക്കലകൾ ആ മാതൃകരങ്ങൾ തലോടി. അപ്പോൾ അമ്മ ചോദിച്ചു, നിന്നെ ആരാണ് ചികിത്സിച്ചത്? എന്നെ ചികിത്സിച്ചത് മണക്കൽ ഭഗവതി എന്നായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത്.